ഓക്കെ, ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടറിങ് ദ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് എന്നുള്ളതാണ്. സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസുകളുടെ അതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാമെന്നുള്ളത്. അതിനു മുമ്പായി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറുകൾ ആരൊക്കെയാണെന്ന് അറിയണം. പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാം. 0ൻ്റെ സ്ക്വയർ എത്രയാണ്? 0. 1ൻ്റെ സ്ക്വയർ 1. 2ൻ്റെ സ്ക്വയർ 4. 3ൻ്റെ സ്ക്വയർ 9. 4ൻ്റെ സ്ക്വയർ 16. 5ൻ്റെ സ്ക്വയർ 25. 6ൻ്റെ സ്ക്വയർ 36. 7ൻ്റെ സ്ക്വയർ 49. 8ൻ്റെ സ്ക്വയർ 64. 9ൻ്റെ സ്ക്വയർ 81. 10ൻ്റെ സ്ക്വയർ 100. 11ൻ്റെ സ്ക്വയർ 121. 12ൻ്റെ സ്ക്വയർ 144. 13ൻ്റെ സ്ക്വയർ 169. 14ൻ്റെ സ്ക്വയർ 196. 15ൻ്റെ സ്ക്വയർ 225. ഇത്രയെങ്കിലും കുറഞ്ഞത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് പോരാ, ബാക്കി വേണം. ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് എന്ത് ചെയ്യാം, കണക്കുകൾ വരുമ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശരി. ഇനി ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഐഡൻറ്റിറ്റിയാണ് പറയാൻ പോകുന്നത്. a + b × a - b = a² - b². തിരിച്ച് നമുക്കിതിനെ പറയാം. a² - b² = a + b × a - b. ഓക്കെ, ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റാണ് നമ്മളിവിടെ കൂടുതലായി ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x² - 64 ആണ്. x² - 64. ഓക്കെ, ഇതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ 64 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ് നോക്കാം. 64 എന്ന് പറയുന്നത് 8ൻ്റെ സ്ക്വയറാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇങ്ങനെ എഴുതാം, x² - 8² എന്ന് എഴുതാം. ഓക്കെ, 8ൻ്റെ സ്ക്വയർ x-ൻ്റെ സ്ക്വയർ - 8ൻ്റെ സ്ക്വയർ. ഇപ്പോൾ ഇത് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറി. ഏതാ? a² - b² ഫോർമാറ്റിലേക്ക് ഇത് മാറി. ഓക്കെ, a² - b² ഫോർമാറ്റിലേക്ക് ഇത് മാറി. നമുക്കിതിനെ എങ്ങനെ എഴുതാം? a + b × a - b എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാൻ കഴിയും ഇതിനെ? x + 8 × x - 8 എന്ന് എഴുതാം. ഓക്കെ, ഒരു വട്ടം കൂടെ നോക്കി, കണക്ക് ഒരു വട്ടം കൂടെ ശ്രദ്ധിക്കാം. x² - 64നെ നമ്മൾ x² - 8² എന്ന് എഴുതി. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിലേക്ക് മാറി? a² - b². എന്താ a² - b² എന്ന് വെച്ചാൽ a + b × a - b എന്നാണ്. സോ x² - 8² നമുക്ക് എഴുതാം x + 8 × x - 8 എന്ന് എഴുതാം. ഓക്കെ, ഒരു വട്ടം കൂടെ ചെയ്തു എന്നേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. x² - 81. അടുത്ത ക്വസ്റ്റ്യൻ ആണ് x² - 81. x² - 81 നമുക്ക് എങ്ങനെ എഴുതാം? x² - 9². ശരിയല്ലേ? 9ൻ്റെ സ്ക്വയർ അല്ലേ 81. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? x + 9 × x - 9. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തു? സിമ്പിൾ. അടുത്ത ചോദ്യം എന്താ? 4x² - 121. ശ്രദ്ധിച്ചിരിക്കണേ, ഒരു അടുത്ത ലെവലാണ്. 4x² - 121. ഈ 4x² എന്ന് എടുക്കുമ്പോൾ നമുക്കതിനെ 2x² എന്ന് വിളിക്കാം. ശരിയല്ലേ? 2x² എന്ന് വെച്ചാൽ 2ൻ്റെ സ്ക്വയർ × x-ൻ്റെ സ്ക്വയർ എന്നാണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. 4 × x-ൻ്റെ സ്ക്വയർ ആണ് 4x². ഓക്കെ, ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് നമുക്ക് 4x² എങ്ങനെ വിളിക്കാം? 2x² എന്ന് വിളിക്കാം. അപ്പോൾ 9x² എന്നായിരുന്നെങ്കിലോ നമ്മൾ 3x² എന്ന് വിളിച്ചേനെ. 25x² ആയിരുന്നെങ്കിലോ 5x² എന്ന് വിളിച്ചേനെ. അത് ഓർത്താൽ മതി. ഓക്കെ, 121 11ൻ്റെതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. 121 എന്ന് പറയുന്നത് 11ൻ്റെ സ്ക്വയറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്തെഴുതാം? 11² എന്ന് എഴുതാം. എന്നിട്ട് ഇതിനെ എങ്ങനെ എഴുതാം? 2x + 1 × 1 അല്ല 11 × 2x - 11 എന്ന് എഴുതാം. ഓക്കെ, സിമ്പിൾ. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. സിമ്പിളായിട്ട് സോൾവ് ചെയ്തു. വലിയ ടാസ്ക് ഒന്നും ഉള്ളതല്ല, എളുപ്പമാണ്. അടുത്ത എന്താണെന്ന് നോക്കാം. ഇതേപോലൊരു ക്വസ്റ്റ്യൻ 49 - x². 49 എന്ന് പറഞ്ഞാൽ ആരാണ്? 7ൻ്റെ സ്ക്വയറാണ്. 7² - x². സോ 7 + x × 7 - x എന്ന് എഴുതുക. പരിപാടി കഴിഞ്ഞു. ഓക്കെ, അതും ചെയ്തു. അടുത്ത് നോക്കാം. 1 - x² y². ശ്രദ്ധിക്കാം,
അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഓക്കെ, അത് ഈ ക്വസ്റ്റ്യൻ ആണല്ലേ. ഈ ക്വസ്റ്റ്യൻ 1 മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഈ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് വൈ ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. നമുക്ക് എക്സ് സ്ക്വയർ വൈ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എക്സ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഒന്നിനെ എങ്ങനെ എഴുതാം? ഒന്നിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. 1 സ്ക്വയർ മൈനസ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പോൾ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാറ്റ് വന്നില്ലേ? എങ്ങനെ എഴുതാതിനെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. സിമ്പിൾ, സോൾവ്ഡ്. ഓക്കെ, അടുത്ത നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ചെയ്തു. അടുത്ത എന്താണ്? 9x സ്ക്വയർ മൈനസ് 100. എഫ് ക്വസ്റ്റ്യൻ 9x സ്ക്വയർ മൈനസ് 100. ഈ 9x സ്ക്വയറിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. 9x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3x ദി ഹോൾ സ്ക്വയർ ആണ്. സോ ഇതിനെങ്ങനെ നമുക്ക് റീ അറേഞ്ച് ചെയ്യാം? 3x ദ ഹോൾ സ്ക്വയർ മൈനസ് 100 എന്ന് വെച്ചാൽ 10ൻ്റെ സ്ക്വയർ ആണ്, 10 സ്ക്വയർ. ഇപ്പോൾ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റ് വന്നു. നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. സിമ്പിളല്ലേ? നൈസല്ലേ? ചെയ്തു നോക്കും. ഓക്കെ, അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് 64x സ്ക്വയർ മൈനസ് 25y സ്ക്വയർ. 64 എന്ന് വെച്ചാൽ 8 അല്ലേ? 8ൻ്റെ സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്കിതിനെ 8x ദി ഹോൾ സ്ക്വയർ എന്ന് പറയാം, ശരിയല്ലേ? അത് നമുക്ക് 25y സ്ക്വയറിനെ 5y ദ ഹോൾ സ്ക്വയർ എന്ന് പറയാം. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റിൽ നിന്ന് നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. 8x പ്ലസ് 5y ഇൻറ്റു 8x മൈനസ് 5y. ഓക്കെ, സോൾവ്ഡ്. ക്വസ്റ്റ്യൻ സോൾവ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ 36x സ്ക്വയർ മൈനസ് 1. 36 എന്ന് വെച്ചാൽ 6ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 6x ദ ഹോൾ സ്ക്വയർ മൈനസ് 1നെ 1 സ്ക്വയർ എന്ന് വിളിക്കാം. ഇതെങ്ങനെ എഴുതാം? 6x പ്ലസ് 1 ഇൻറ്റു 6x മൈനസ് 1 എന്ന് എഴുതാം. സിമ്പിൾ. ഓക്കെ, ഐ ക്വസ്റ്റ്യൻ നോക്കാം. 25 മൈനസ് 144x സ്ക്വയർ. 25 5ൻ്റെ സ്ക്വയർ ആണ്. 5 സ്ക്വയർ മൈനസ് 144 എന്ന് പറയുന്നത് 12ൻ്റെ ആണ്. അപ്പോൾ 12x ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാറ്റ് വന്നു. ഇതിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ അതുമായി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 400. നേരത്തെ നമ്മൾ ഒരിടത്ത് വെച്ച് എക്സ് സ്ക്വയർ വൈ സ്ക്വയറിനെ എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടതെന്ന് പഠിച്ചിരുന്നു. എക്സ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. മൈനസ് 4 എന്തിൻ്റെ സ്ക്വയർ ആണ്? 2ൻ്റെ. അപ്പോൾ 420യുടെ സ്ക്വയർ ആയിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, 20 സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എക്സ് വൈ പ്ലസ് 20 ഇൻറ്റു എക്സ് വൈ മൈനസ് 20. ഓക്കെ, ഈ 400ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ റൂട്ട് 2ഉം 2 0 ഉണ്ടെങ്കിൽ 1 0 ഇട്ടാൽ മതി. റൂട്ട് ഓഫ് 900ൻ്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ 9ൻ്റെ സ്ക്വയർ റൂട്ട് 3ഉം 2 0 ആണെങ്കിൽ 1 0 വരിക. ഒരിക്കലും 3 0 ഉള്ള നമ്പറോ 5 0 ഉള്ള നമ്പറോ വരത്തില്ല. ഒരു സ്ക്വയർ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീറോസിൻ്റെ എണ്ണം ഈവൻ ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇതേപോലൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇനി എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത കെ ക്വസ്റ്റ്യനാണ്. കെ ക്വസ്റ്റ്യൻ 4x സ്ക്വയർ മൈനസ് 225. ഓക്കെ, അപ്പോൾ 4x സ്ക്വയറിനെ നമ്മൾ നേരത്തെയും റീ അറേഞ്ച് ചെയ്ത് എഴുതിയാണ്. 2x ദ ഹോൾ സ്ക്വയർ മൈനസ് 225 15ൻ്റെ സ്ക്വയർ ആണ്. ഇത് നമുക്ക് 2x പ്ലസ് 15 ഇൻറ്റു 2x മൈനസ് 15 എന്ന് എഴുതാം. ഓക്കെ, സോൾവ്ഡ്. അടുത്ത എന്താണ്? എൽ ക്വസ്റ്റ്യനാണ്. എക്സ് സ്ക്വയർ മൈനസ് 16y സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 4y ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 4ൻ്റെ സ്ക്വയർ ആണല്ലോ 16. അപ്പോൾ ഇത് എക്സ് പ്ലസ് 4y ഇൻറ്റു എക്സ് മൈനസ് 4y എന്നെഴുതാം. ഓക്കെ, ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഫുള്ള് നമ്മൾ എന്ത് ചെയ്തു? ചെയ്തു തീർത്തു. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് 169x സ്ക്വയർ മൈനസ് 81. സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. 169 13ൻ്റെ ആണ്. 13x ദി ഹോൾ സ്ക്വയർ മൈനസ് 81 എന്ന് പറയുന്നത് 9ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 13x പ്ലസ് 9 ഇൻറ്റു 13x മൈനസ് 9 എന്നെഴുതുക. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനാണ് 9th ക്വസ്റ്റ്യൻ
4x4 ഇൻറ്റു y2 മൈനസ് 289z². കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കാനായിട്ടുണ്ട്. ചിന്തിച്ചിട്ടേ ചെയ്യാവൂ, ഇല്ലെങ്കിൽ തെറ്റും. ഓക്കെ, ഈ ക്വസ്റ്റിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. 4x4, ഈ 4x4 എന്നുള്ളത് 2x² എന്നുള്ളതിൻ്റെ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ 4x4 മാത്രമല്ല, 4x4 ഇൻറ്റു y² കൂടിയുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ റൂട്ട് 2, x4ൻ്റെ സ്ക്വയർ റൂട്ട് x2, y² സ്ക്വയർ റൂട്ട് y, ദ ഹോൾ സ്ക്വയർ ആണ്. ഒന്ന് ശ്രദ്ധിച്ച് എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ സ്ക്വയറാണ് ഈ കിടക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഓരോ എലമെൻറ്റുകളെ ഇൻഡിവിജ്വൽ ഇതിനകത്ത് കിടക്കുന്ന ഓരോ ടേമിനെയും നമ്മൾ 2 കൊണ്ട് സ്ക്വയർ ചെയ്യുകയാണ്. 2ൻ്റെ സ്ക്വയർ അല്ല, സ്ക്വയർ ചെയ്യുകയാണ്. 2ൻ്റെ സ്ക്വയർ 4, x²ൻ്റെ സ്ക്വയർ x4, y-ൻ്റെ സ്ക്വയർ y². അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇതിനിങ്ങനെ മാറ്റി എഴുതാം. 2x² ദ ഹോൾ സ്ക്വയർ മൈനസ് 289 17 ആണ് കേട്ടോ, 17z ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ മാറ്റാം? 2x² പ്ലസ് 17z ഇൻറ്റു 2x² മൈനസ് 17z. ഓക്കെ, സിമ്പിൾ. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ. കുറച്ചൊരു പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട, ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ഇതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മെനക്കെട്ട് നോക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് കെയർഫുള്ളായിട്ട് കേട്ടിരിക്കുക. കുറച്ച് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഒന്നാമത്തെ ചോദ്യമാണ് 2x² മൈനസ് 8 എന്നുള്ളത്. ഓക്കെ, 2x² മൈനസ് 8 എന്നുള്ളത്. ഇവിടെ നമുക്ക് ഇവിടെയും ഉള്ള നമ്പേഴ്സ് സ്ക്വയർ നമ്പേഴ്സ് അല്ല, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല. നമുക്ക് ഇവിടുന്ന് പക്ഷേ ഒരു 2നെ കോമൺ എടുക്കാൻ കഴിയും, ശരിയല്ലേ? ഒരു 2നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഇവിടെ x² വരും, മൈനസ് 8 2 പോയാൽ 6 അല്ല, ഈ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വേണം അകത്ത് എഴുതാൻ. ഓക്കെ, അപ്പോൾ എത്രയാണ് വരുന്നത്? 4 എന്ന് വരും. ഇനി ഈ കിടക്കുന്നതൊന്ന് ശ്രദ്ധിച്ചു. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ടൈപ്പ് ആയില്ലേ ഇത്? ആയി. എങ്ങനെയാണ്? 2 ഇൻറ്റു a² മൈനസ് b² ആയില്ലേ? നമുക്കതിനെ എങ്ങനെ എഴുതാം? x+4 ഇൻറ്റു x-4 എന്ന് എഴുതാം. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 2 ഇൻറ്റു x+4 ഇൻറ്റു x-4. ഓക്കെ, സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ അറിയാൻ കഴിയും അത് സ്ക്വയർ നമ്പർ ആണോ അല്ലേ എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ വേണ്ടുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ച് നോക്കാം. -3x പ്ലസ് 48x³. ഓക്കെ, ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രോബ്ലം തന്നെയാണ്. ഇവിടെ 3 ഇവിടെ 48 കിടക്കുന്നത്, രണ്ടും ഒരു സ്ക്വയർ നമ്പർ അല്ല. പിന്നെ ഇവിടെ x³ ഉണ്ട്. ഓക്കെ, 3 എക്സുകളുണ്ട് അവിടെ. നമുക്ക് ഇതിനകത്ത് നിന്നൊരു -3x അങ്ങ് കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയുന്നത് അവിടെ എത്ര ഉണ്ട്? 1 ഉണ്ട്. 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 16 എന്നാണ്. x³ എന്ന് വെച്ചാൽ x 3 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു എക്സിനെ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇതേ ഉള്ളൂ. ഓക്കെ, വേറൊരു കാര്യം ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഒന്നുകൂടെ പറയട്ടെ. നമ്മൾ -3x അല്ലേ പുറത്തെടുക്കുന്നത്? ആരെയാണ് പുറത്തെടുക്കുന്നത്? -3x-നെ. -3x-നെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ സ്വാഭാവികമായി ഇവിടെ 1 ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഈ സൈൻ കണ്ടില്ലേ? പ്ലസ് ആണ്. പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മൈനസിൻ്റെ പ്രോഡക്റ്റാണ് ഒരു പ്ലസ് എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതിൽ നിന്നും ഒരു മൈനസിനെ നമ്മൾ പുറത്തെടുത്തത്. അപ്പോൾ പിന്നെ അവിടെ ആരേ ഉള്ളൂ? മൈനസേ ഉള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ -16x² എന്നുള്ളതാണ് എഴുതേണ്ടത്. പ്ലസ് അല്ല, അവിടെ മൈനസാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. ഓക്കെ, ശരി. ഇപ്പോൾ ഇത് -3x അവിടെ പുറത്തിടന്നോട്ടെ, ആർക്കും ശല്യമില്ല. 1നെ നമുക്ക് 1² മൈനസ് 16x² നമുക്ക് 4x ദി ഹോൾ സ്ക്വയർ എന്ന് പറയാം, അല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കുക? a² മൈനസ് b² ഫോമാറ്റിലല്ലേ അകത്ത് കിടക്കുന്നത്. അപ്പോൾ -3x ഇൻറ്റു 1 പ്ലസ് 4x ഇൻറ്റു 1 മൈനസ് 4x എന്നൊരു ആൻസറിലേക്ക് എന്ത് ചെയ്തു? എത്തി. സെറ്റല്ലേ? ഓക്കെ അല്ലേ ഈ ക്വസ്റ്റ്യൻ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ 5x³ മൈനസ് 45x എന്നുള്ളതാണ്. ഇതിൽ നിന്നും നമുക്ക് ഇവിടെ 5x³ ആണ്, ഇവിടെ 45x ആണ്. ഒരു കാര്യം ചെയ്യാം, 5xനെ പുറത്തെടുക്കാം. 5xനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ 5x³ അല്ലായിരുന്നു, ഇവിടെ 3x ഉണ്ടായിരുന്നല്ലോ. 2x ബാക്കിയുണ്ട്, ഒരെണ്ണം പുറത്തുപോയി, 5ഉം പുറത്തുപോയി.
മൈനസ് 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത 9 ആണ്. ഈ ഒരു എക്സ് എന്ത് ചെയ്തു പുറത്തു പോയി. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ഫോർമാറ്റിലാണ്? എ സ്ക്വയർ മൈനസ് 9 എന്നുള്ള ഫോർമാറ്റിലാണ്. 9 നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ 5x ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് എഴുതി. ഇനി എങ്ങനെ ചെയ്യാം? 5x ഇൻറ്റു എങ്ങനെ എഴുതാം നമുക്കിതിനെ? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് ഇടേണ്ട, സിമ്പിൾ ബ്രാക്കറ്റ് ഇട്ടാൽ മതി, അതാണ് കുറച്ചുകൂടി നല്ലത്. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3. ഓക്കെ, ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഇതേപോലൊരു ക്വസ്റ്റ്യനാണ്, നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അടുത്ത ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 8x⁴ മൈനസ് 32x² എന്നാണ്. ഇവിടെ നമുക്കൊരു 8x² അങ്ങ് പുറത്തെടുത്താൽ, കാര്യം 32 8ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ ഒരു 8x² പുറത്തെടുത്താൽ ബാക്കി എന്തൊരു 8, ഈ ഭാഗത്ത് നിന്ന് 8 പോയി, x⁴ നിന്ന് x² പോയി, ബാക്കി x² ഉണ്ടല്ലോ, മൈനസ് 32നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 4 അല്ലേ കിട്ടുക. പിന്നെ x² പുറത്ത് പോയി, അപ്പോൾ അവിടെ 4 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് a² മൈനസ് b² ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്നൊരു സംഗതിയായിട്ട് മാറി. 8x² ഇൻറ്റു x² മൈനസ് 2² ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും? 8x² ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഓക്കെ, സിമ്പിളല്ലേ പ്രോബ്ലം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 18x മൈനസ് 2x³ എന്നുള്ളതാണ്. എന്നാൽ നമുക്കൊരു 2x അങ്ങ് പുറത്തെടുക്കാം. ഓക്കെ, 2x പുറത്തെടുത്താൽ ബാക്കി 18xൽ എന്ത് ബാക്കിയുണ്ട്? x പുറത്ത് പോയിട്ടുണ്ട്, 18/2 9 അവിടെ ബാക്കിയുണ്ട്, മൈനസ് 2x³ നിന്ന് 2x പുറത്തെടുക്കുകയാണ്, 2 പുറത്ത് പോയി, x³ നിന്ന് ഒരു എക്സും പുറത്ത് പോയി, ബാക്കി എന്താ ഉള്ളത്? x² ആണുള്ളത്. ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. 9 നമുക്ക് 3² എന്ന് എഴുതാം, 3² മൈനസ് x². അപ്പോൾ ഇത് എങ്ങനെയാവും? 2x ഇൻറ്റു 3 പ്ലസ് എക്സ് ഇൻറ്റു 3 മൈനസ് എക്സ്. ഓക്കെ, സോൾവ്ഡ്. അടിപൊളിയല്ലേ? അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കുക. 2x മൈനസ് 72x³. ഇവിടെയും നമുക്ക് 2xനെ പുറത്തെടുക്കാം. അപ്പോൾ 2xൽ നിന്ന് 2x പുറത്ത് പോയാൽ പിന്നെ 1 ഉള്ളൂ, 1 മൈനസ് 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36 ആവും. x³ നിന്ന് ഒരു എക്സ് പുറത്ത് പോയാൽ x² ആണ് ബാക്കി. പിന്നെ നമുക്ക് 2x ഇൻറ്റു 1നെ 1² മൈനസ് 36നെ 6x ദി ഹോൾ സ്ക്വയർ എന്ന് വിളിക്കാം. 36x²നെ 6x ദി ഹോൾ സ്ക്വയർ എന്ന് വിളിക്കാം. ഇതെങ്ങനെ മാറും? 2x ഇൻറ്റു 1 പ്ലസ് 6x ഇൻറ്റു 1 മൈനസ് 6x. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതുപോലെ ചെയ്ത് നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, x⁴ നമുക്ക് x² ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമെന്നുള്ളതാണ്. a⁴m ദ ഹോൾ n a⁴m ഇൻറ്റു n എന്നാണല്ലോ. a⁴m ദ ഹോൾ n ഇസ് ഈക്വൽ ടു a⁴m ഇൻറ്റു n എന്നാണ് പവേഴ്സ് ആൻഡ് എക്സ്പോണൻസിലെ ഒരു റൂള്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് x⁴നെ x² ദ ഹോൾ സ്ക്വയർ എന്ന് വിളിക്കാം. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? x⁴നെ x² ദ ഹോൾ സ്ക്വയർ എന്നും 16നെ നമുക്ക് 4² എന്ന് വിളിച്ചാൽ ഇത് a² മൈനസ് b² ഫോർമാറ്റ് വന്നില്ലേ? എയുടെ സ്ഥാനത്ത് x² ആണെന്നേ ഉള്ളൂ. നമ്മളെങ്ങനെ ഇതിനെ മാറ്റി എഴുതും? x² പ്ലസ് 4 ഇൻറ്റു x² മൈനസ് 4 എന്ന് എഴുതാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്തില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഇതുപോലെ. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. നോക്കൂ, 81x⁴ മൈനസ് 1. x⁴നെ നമുക്ക് x² ദ ഹോൾ സ്ക്വയർ എന്ന് വിളിക്കാമെന്നറിയാം. 81 എന്ന് പറഞ്ഞാൽ 9² ആണ്. അപ്പോൾ ഇവിടെ 9x² ദ ഹോൾ 2 ആണ് എന്ത്? 81x⁴ എന്ന് പറയുന്നത്. മൈനസ് 1നെ 1² എന്ന് വിളിക്കാം. അപ്പോൾ ഇത് a² മൈനസ് b² ഫോർമാറ്റിലായി. നമുക്കിതിനെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്ത് എഴുതാം. ഈ ക്വസ്റ്റ്യനും ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2x മൈനസ് 32x⁵. കൊള്ളാം, നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഒരു 2x അങ്ങ് പുറത്തെടുക്കാം. 2x പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ 2x നിന്ന് 2x പോയാൽ പിന്നെ 1 ഉണ്ട്. 1 മൈനസ് 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 16. x⁵ നിന്ന് ഒരു എക്സ് പുറത്ത് പോയി കഴിഞ്ഞാൽ x⁴ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കിടക്കുന്ന ആളെ റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അയാളെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. 2x ഇൻറ്റു 1നെ 1² എന്ന് വിളിക്കാം, മൈനസ് 16x⁴ നമുക്ക് 4x² ദ ഹോൾ സ്ക്വയർ എന്ന് വിളിക്കാം. ഓക്കെ, നേരത്തെ കണ്ടതാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ 2x ഇൻറ്റു 1 പ്ലസ് 4x² ഇൻറ്റു 1 മൈനസ് 4x² നമുക്കിതിനെ എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. പ്രോബ്ലം സോൾവ്ഡ്.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നോക്കാം, x⁵5ഉം 625x ഉള്ളത് ഒരു എക്സിനെ പുറത്തെടുക്കുക എന്നുള്ളത് നടക്കും. അപ്പോൾ x⁴ മൈനസ് 625 എന്ന് വരും. ഓക്കെ, 25ൻ്റെ സ്ക്വയർ ആട്ടോ 625, കാണാതെ അറിഞ്ഞിരിക്കണേ. 25ൻ്റെ സ്ക്വയർ ആണെന്ത് 625. അപ്പോൾ നമുക്കിതിനെ വീണ്ടും എങ്ങനെ എഴുതാം? x(x⁻² മൈനസ് 25ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പോൾ ഇത് a² - b² ഫോർമാറ്റ് വന്നില്ല. ഇതിനെങ്ങനെ എഴുതാം? x(x²+25) x² - 25 എന്ന് എഴുതിയാൽ പ്രോബ്ലം എന്ത് ചെയ്തു? സോൾവ് ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കോളൂ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ചെയ്തു. ഇനി 81x⁴ മൈനസ് 256. 81x⁴ - 256. 16ൻ്റെ സ്ക്വയർ ആട്ടോ 256. ഓർത്തിരിക്കുക, 16ൻ്റെ സ്ക്വയർ ആണത്ര 256. 81 നമുക്ക് 9 എന്ന് എഴുതാം അല്ലേ? 9ൻ്റെ സ്ക്വയർ ആണ് 81. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 9x² മൈനസ് 16² എന്ന് എഴുതാം. ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 9x² + 16 9x² - 16 എന്നതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ആൻസറായി. അപ്പോൾ ആ ക്വസ്റ്റ്യനും ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്തുനിന്ന് ഒരു എക്സ് കോമൺ എടുക്കണം. എന്നിട്ട് നമ്മളിതിനെ 16 - x⁴ എന്ന് എഴുതണം. x(4² - x² എന്ന് എഴുതണം. ബാക്കി ചെയ്ത് നോക്കുക, ആൻസർ എന്ത് ചെയ്യുക, പറയും ശരിയാണോ അല്ലയോ എന്ന് കിട്ടിയതെന്ന്. ഓക്കെ, ആൻസർ കിട്ടിയത് പറയുക. ഓക്കെ, അടുത്ത 2 ക്വസ്റ്റ്യനോടാണ്, അതും കൂടെ ചെയ്യാം നമുക്ക്. ഓക്കെ, നോക്കാം നമുക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യനാണ് 8x³ - 50x എന്നുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഒരു 2x പുറത്തെടുക്കാം. 2x പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4x² മൈനസ് 50x എന്ന് പോയി കഴിഞ്ഞാൽ 25 എന്ന് വരും അല്ലേ? 50xനകത്തുനിന്ന് എക്സ് പുറത്ത് പോയി, 50ക്കകത്തുനിന്ന് 2 പുറത്ത് പോയാൽ 25. നമുക്ക് മാറ്റി എഴുതാം. 2x × 2x² മൈനസ് 5² എന്ന് എഴുതാം. ഓക്കെ, 2x × 2x + 5 × 2x - 5 എന്ന് എഴുതിയാൽ എന്തായി? ഇതിൻ്റെ ആൻസറായി. ഇത് സോൾവ് ചെയ്തു. അടുത്ത 625 - 16x⁴. 625 നേരത്തെ ഞാൻ പറഞ്ഞു തന്നു 25ൻ്റെ ആണെന്നുള്ളത്. അപ്പോൾ 25² മൈനസ് 16 4ൻ്റെ ആണ്. x² എന്ന് എഴുതുക. ഇതിനെ എന്ത് ചെയ്യുക? റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അത് കമൻറ്റ് ചെയ്യുക, എന്താണെന്നുള്ളത് പറയുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ പോളിനോമിയൽ ഫാക്ടറൈസ് ചെയ്യാൻ, ഇത്തരത്തിലുള്ള പോളിനോമിയൽസ് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ചെയ്തു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ബൈ.